ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ സമയം വൈകാതെ തന്നെ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് കപ്പിൾസിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ മാരേജ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഹീറോയുടെ പേര് ജിമിങ് എന്നും ഹീറോയിൻ്റെ പേര് നിഞ്ച എന്നുമാണ്. അവർ ഇരുവരുടെയും ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. മാരേജിന് ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഹീറോയുടെ അച്ഛനും അമ്മയും വാങ്ങിത്തന്ന വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോയത്. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ഹീറോയുടെ അച്ഛനും അമ്മയും അവർക്കുള്ള അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളിതേ സമയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, 4 മാസങ്ങൾക്ക് മുമ്പ് തങ്ങൾ ഇരുവരും കണ്ടുമുട്ടിയതാണ്. ഇന്ന് വിവാഹ ദിവസമാണ് പിന്നീട് കാണുന്നത്. ഇരുവരും യാതൊരു ഫീലിങ്സും ഇല്ലാതെ തന്നെയാണ് വിവാഹം കഴിച്ചത്. ഹീറോയിൻ്റെയും അതുപോലെ ഹീറോയുടെ വീട്ടുകാരും ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടി അവരിരുവരെയും ഫിക്സ് ചെയ്യുകയും അങ്ങനെ തുടർന്ന് അവരുടെ വിവാഹം നടക്കുകയായിരുന്നു. ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് വന്ന് വീടിൻ്റെ കീ നൽകുന്നുണ്ട്. ഇതിനപ്പുറം വീട്ടിലെ കാര്യങ്ങളും മറ്റുമല്ല നീ തന്നെ നോക്കണമെന്ന ഉദ്ദേശത്തിലാണ് അവൻ വീടിൻ്റെ കീ അവളുടെ കയ്യിൽ കൊടുത്തത്. ഹീറോയിനാവട്ടെ വിവാഹ സമ്മാനമായി കിട്ടിയ പണം മുഴുവൻ ഹീറോയുടെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവനാവട്ടെ അതൊന്നും വേണ്ട, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വയ്ക്കുന്നുണ്ട്. ഹീറോയിൻ അതിന് ഓക്കെ പറയുന്നുണ്ട്. തുടർന്ന് അവരുടെ ബെഡിൽ കുറച്ച് നട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ താൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹീറോ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, താൻ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിൻ മുന്നോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന റിങ് ബെഡിലേക്ക് വീഴുന്നുണ്ട്. ഇപ്പോഴാണ് അവൾ ഒരുപാട് മെലിഞ്ഞു പോയെന്നുള്ള കാര്യം പോലും ഹീറോ ശ്രദ്ധിക്കുന്നത്. 4 മാസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടുമുട്ടിയപ്പോഴായിരുന്നു ഈ റിങ്ങൊക്കെ റെഡിയാക്കിയിരുന്നത്. പിന്നീട് ഈ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അവൾ ഒരുപാട് മെലിഞ്ഞു പോയി. വേറൊരു മോതിരം വാങ്ങി നൽകാമെന്നും ഹീറോ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ അതൊന്നും വേണ്ട, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന് അവൻ ശാന്തമായി തന്നെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ വേണമെങ്കിലും നിനക്കൊരു തീരുമാനമെടുക്കാം, ടൈം ഒരുപാട് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. അതിന് ഹീറോയിനാവട്ടെ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ വിവാഹം ചെയ്യാനായിട്ട് എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും താൻ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് തന്നെ അവൾ വ്യക്തമാക്കുന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ സമ്മതമാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഹീറോയിൻ സംസാരിച്ചത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയും അവിടം വിട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് നേരെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നുണ്ട്. ചെന്നിരുന്ന് അവൾ ഒരുപാട് കരയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഒരു യുവാവുമായി ഒരു മുറിയിൽ താമസിക്കുന്നതിന് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അവൾ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ എന്ത് പറ്റിയെന്ന് അവളോട് തിരക്കുന്നുണ്ട്. ഇതേസമയം ഹീറോ ആവട്ടെ അവന്റെ കസിനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. കസിനാവട്ടെ അവരുടെ വിവാഹത്തിന് എത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ വരാനേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതെ പോയതെന്ന് കസിനും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ യാതൊരു ലവും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ആവുന്നത്. പിന്നീട് നമ്മുടെ ഹീറോയും കാണിക്കുന്നുണ്ട്. അവനവട്ടെ അവൻ്റെ കസിൻ്റെ കൂടെ ഈ മാരേജ് എന്താണെന്ന് എനിക്കറിയണം, മാരേജിൻ്റെ മീനിങ് എന്താണെന്ന് നിനക്കറിയാമോ എന്ന് കസിൻ്റെ കൂടെ അവൻ ചോദിക്കുന്നുണ്ട്. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ, നീ എന്തൊക്കെയായി ചോദിക്കുന്നത്? രാത്രി വിളിച്ചിട്ട് ഓരോരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ നിന്റെ വൈഫിൻ്റെ കൂടെ പോയി ജീവിക്കാൻ നോക്കെന്ന് പറഞ്ഞ് തന്നെ കസിൻ കോള് കട്ട് ചെയ്യുന്നു. ഹീറോയിനാവട്ടെ ഇതുവരെ കരച്ചിൽ പോലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേർക്കും ഇടയിൽ ലവ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, അതായിരുന്നു ഇരുവരുടെയും മെയിനായിട്ടുള്ള പ്രശ്നം. പിറ്റേ ദിവസം ഹീറോ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഹീറോയിനാവട്ടെ കിച്ചണിലൊക്കെ കയറി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയുടെ അടുത്ത് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഫുഡാണ്, കഴിച്ചു നോക്കെന്ന് പറഞ്ഞ് അവൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അവനവിടെ അവൾക്ക് ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ അറിയില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ അവൻ കിച്ചണിലേക്ക് പോയി മീറ്റും എഗ്ഗും ഒക്കെ പാകം ചെയ്ത് കൊണ്ടുവന്ന് ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. രാവിലെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഹീറോ പറയുന്നുകൊണ്ട് അവൾ അതെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവന് നല്ലപോലെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അറിയാമെന്ന് അവൾക്ക് വ്യക്തമാവുന്നുണ്ട്. അതിനുശേഷം അച്ഛനും അമ്മയും കാണാൻ പോകുന്നില്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. വിവാഹശേഷം ഹീറോയുടെ അച്ഛനും അമ്മയും മീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. തനിക്ക് അർജന്റായി കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്കാക്കാമെന്നും ഹീറോ പറയുന്നു. അവളും അതിന് ഓക്കെ പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഫ്രണ്ടോ അത് ആരാണെന്ന് ഹീറോ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വിവാഹ ദിവസം ബ്രൈഡ്സ് മെയ്ഡായിട്ട് എൻ്റെ കൂടെ നിന്നിരുന്നല്ലോ ആ പെൺകുട്ടിയാണെന്ന് അവൾ പറയുന്നു. ഒടുവിൽ അവനും അതിന് സമ്മതം മൂളുകയും അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ പോയതിനു ശേഷം ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇരുവരും ഒരു വീട്ടിൽ താമസിക്കുന്നതും അത്ര ഓക്വേർഡായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല, വളരെ നല്ല കാര്യമായിട്ട് തന്നെ തോന്നല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിൻ ചിരിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഫ്രണ്ട് അവിടെ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം ആ മാനേജറാണ്, അയാൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, രാത്രി പോലും ഫോൺ ചെയ്ത് ശല്യം ചെയ്യുകയാണെന്ന് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. ശരി, ഇനി നിന്റെ കാര്യം പറ, നൈറ്റ് രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ ഉണ്ടായിരുന്നതെന്നൊക്കെ ഫ്രണ്ട് അവളോട് തിരക്കുന്നു. ഇതിനവളോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? രണ്ടുപേരും സെപ്പറേറ്റ് റൂമിലാണ് ഉറങ്ങിയെന്ന് പറയണോ വേണ്ടയോ എന്ന് അവൾ ആലോചിക്കുന്നു. അതൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം ഓക്കെ ആണെന്ന രീതിയിൽ തന്നെ അങ്ങും തൊടാതെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആണെങ്കിൽ അവൻ്റെ ബോഡി ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ശാന്തമായിരുന്നു ഫുഡ് കഴിക്കാൻ നോക്കുന്നതിനെ ഹീറോയിൻ ഒരു താക്കീതോടെ ഫ്രണ്ടിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇരുവരും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ പാസ് ചെയ്തൊരു പയ്യൻ പോകുന്നുണ്ട്. അവൻ്റെ മുഖം കണ്ടതും ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ മുഖമാകെ ശോകമാവുന്നു.
ആ യുവാവിന്റെ പേര് ഗോഷിങ് എന്നാണ്. ഹീറോയിന്റെയും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ടിന്റെയും സീനിയർ കൂടിയാണ് അവൻ. ഹീറോയിൻ ആവട്ടെ ആ യുവാവിനെ വിളിക്കുന്നുണ്ട്. ഹലോ സീനിയർ എന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുന്നു. കുറെ നാളുകളായല്ലോ നിങ്ങളെ കണ്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ആ യുവാവ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്റെ പേര് നിഞ്ച എന്നാണെന്ന് പറഞ്ഞ് ഹീറോയിൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ അവളുടെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ യുവാവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കോളേജിൽ പഠിക്കുന്ന ടൈം മുതൽ തന്നെ ഹീറോയിന്റെ ഫ്രണ്ടിനാവട്ടെ ആ യുവാവിനെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അവൾ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവൾ പ്രപ്പോസ് ചെയ്തിട്ട് പോലും അവനത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നീട് ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ഓ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു. പിന്നീട് ഒരിക്കൽ കാണാം. ചില അത്യാവശ്യമായ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ഹീറോയിന്റെ ഫ്രണ്ടിനെ അവന് നല്ലപോലെ അറിയാമായിരുന്നു. അവളെ അറിയാത്ത ഭാവത്തിൽ തന്നെ ആ യുവാവ് നടിക്കുകയായിരുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ നമ്മളെ രണ്ടുപേരെയും അവന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. 8 വർഷമായി താൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ടും തന്നെ അവന് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ സമാധാനപ്പെടുത്തി ഹീറോയിൻ അവിടെ ഡ്രിങ്ക്സ് കഴിക്കാനായി അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരിയ്ക്കുന്ന ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ തന്നെയായിരുന്നു ഹീറോ ഉണ്ടായിരുന്നത്. ഹീറോയിനെ ഹീറോ കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ അവിടേക്ക് ഹീറോയുടെ കസിൻ വരുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, ഹീറോയിന്റെ ഫ്രണ്ട് സ്നേഹിച്ചിരുന്ന അതേ പയ്യൻ തന്നെയായിരുന്നു. ആ യുവാവ് അവിടെ കയറി വന്ന ഉടനെ തന്നെ ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് നീ മറ്റു പെൺകുട്ടികളെ സൈറ്റ് അടിക്കുകയാണോ എന്ന്. ഞാൻ സൈറ്റ് അടിച്ചത് എൻ്റെ വൈഫിനെ തന്നെയാണ്. ദാ ബ്ലാക്ക് കളർ കോട്ട് ധരിച്ചിരിക്കുന്നത് തൻ്റെ വൈഫാണെന്നും മറ്റേത് അവളുടെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് അവളുടെ പേര് പറയാൻ വരുന്നുണ്ടെങ്കിലും ചാടിക്കയറി കസിനാവട്ടെ അവളുടെ പേര് പറയുന്നുണ്ട്. ഇതെങ്ങനെ നിനക്കറിയാമെന്ന് തന്നെ ഹീറോ സംശയത്തോടെ ചോദിക്കുന്നു. അവർ രണ്ടുപേരും എൻ്റെ ജൂനിയേഴ്സാണ്, എനിക്ക് മുമ്പ് തന്നെ അവരെ ഇരുവരെ അറിയാമെന്ന് തന്നെ കസിൻ പറയുന്നുണ്ട്. അങ്ങനെയാണോ, നീ എൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് നീ എന്നോട് അപ്പോളജൈസ് ചെയ്യാൻ പോകുന്നതെന്ന് തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട്. ശരിയേടാ, നിനക്കുള്ള അപ്പോളജൈസ് ആയിട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഹീറോയെ കസിൻ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഹീറോ തിരിഞ്ഞ് ഹീറോയിനെ നോക്കുമ്പോഴാവട്ടെ അവൾ നന്നായി അവളുടെ ഫ്രണ്ടിനോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അവളോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. തന്നോട് ഇതുവരെ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴേ അവന് ജലസി തോന്നി തുടങ്ങിയിരുന്നു. അതിനുശേഷം അവൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴവിടെ ഹീറോയിൻ ബെഡ്ഷീറ്റുമായി ഒരു മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. നീ ഇതെന്ത് ചെയ്യാന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്നുമില്ല, ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി മറ്റൊരെണ്ണം വിരിക്കാന്ന് വിചാരിച്ചിരുന്നേ, പക്ഷെ തന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല എന്ന് അവൾ പറയുമ്പോൾ ശരി ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിൻ ചേർന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് വിരിച്ചിടുകയും ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്ക് ഈസി ആയിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അതെ ഒരുപാട് ഈസിയാണ് ഇത് വിരിക്കാനായിട്ട്, നീ ഇങ്ങനെ ബെഡ്ഷീറ്റുമായിട്ട് മൽപ്പിടുത്തം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. താൻ കഴിക്കാനായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് ഹീറോ പറയുന്നുണ്ട്. അതിന് ഹീറോയിനും ഓക്കെ പറയുന്നുണ്ട്. നാളെ എൻ്റെ പേരൻസിനെ കാണാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ അതിന് സമ്മതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ബെഡിൽ ഇതിനു മുമ്പ് വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് മാറ്റി അവളത് ഹീറോയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് വാഷ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നീ ആള് കൊള്ളാലോ, വന്ന് എനിക്ക് എന്നെ ജോലി തരികയാണോ എന്ന് ഹീറോ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോയിനും ചിരിക്കുന്നു. ഇപ്പോൾ ഹീറോ അടുത്തുണ്ടെങ്കിലും അവൾക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം ഇരുവരും കൂടി ഹീറോയിന്റെ അച്ഛനും അമ്മയും മീറ്റ് ചെയ്യാനായി പോകുന്നു. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അവൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് അതിശയം തോന്നുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നിനക്ക് അമ്മ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നി തുടങ്ങിയെന്ന് അവർ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. നേരത്തെ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നല്ലോ, ഇനി അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അമ്മയാവട്ടെ നീയും നിന്റെ ഹസ്ബൻഡ് മാത്രമല്ലേ വീട്ടിലുള്ളൂ, നിങ്ങൾക്കിടയിൽ ഡിസ്കഷനും കോംപ്രമൈസും ഒക്കെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബമായി മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഹീറോയിനും അതിന് സന്തോഷത്തോടെ തന്നെ ഓക്കെ പറയുന്നുണ്ട്. ഈ വിവാഹബന്ധം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല, ചെറിയ കുട്ടികളെ പോലെ നീ പിള്ളേർ കളിക്കരുതെന്ന് തന്നെ അമ്മ അവളെ താക്കീത് ചെയ്യുന്നുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. തുടർന്ന് ഇരു ഫാമിലികളുടെ ഇഷ്ടമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാരേജിനെ നല്ല സീരിയസ് ആയി കാണണമെന്ന് തന്നെ അമ്മ രണ്ടുപേരോടും എടുത്തു പറയുന്നുണ്ട്. ഇരുവരും അതിന് ഓക്കെയൊക്കെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ആന്റി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, ഞാനിതൊക്കെ വാഷ് ചെയ്ത് വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട മോനെ, ഞാൻ തന്നെ കഴിക്കോളാം, മരുമകനെ കൊണ്ട് എങ്ങനെ പാത്രങ്ങൾ കഴിപ്പിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് അമ്മ പറഞ്ഞത് ഞാൻ തന്നെ കഴിക്കോളാം, അമ്മ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അവൻ പാത്രങ്ങൾ കഴുകാൻ വരുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് അതിഞ്ഞ് തന്നാൽ മതി ഞാൻ കഴിക്കോളാമെന്ന്. ഞാൻ നിന്റെ അമ്മയോട് ചുമ്മാ പറഞ്ഞതൊന്നുമില്ല, ഈ പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴിക്കോളാം എന്ന് ഹീറോ പറയുന്നുണ്ട്. നിന്റെ അമ്മയുടെ കുക്കിംഗ് സ്കില്ല് വളരെ നല്ലതാണല്ലോ, പക്ഷെ നിനക്ക് മാത്രം എന്താ നല്ലപോലെ ഭക്ഷണമൊന്നും പാകം ചെയ്യാൻ അറിയത്തിയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് എന്നെ കൊണ്ട് പാചകമൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടതെന്നും തനിക്ക് അറിയില്ല എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ വോയിസ് ഓവർ മാത്രമാണ് കേൾക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ പേരൻസിന്റെ എല്ലാ കടമകൾ കഴിഞ്ഞു എന്നാണ് അവർ വിചാരിക്കുന്നത്, പക്ഷേ മാരേജ് കഴിഞ്ഞവർക്കാവട്ടെ അവരുടെ ലൈഫ് അപ്പോഴങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നതേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോയിസ് ഓവർ തീരുകയും പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് ഹീറോയിൻ അവിടെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിട്ട് വരാമെന്ന് ഹീറോയിൻ പറയുമ്പോൾ നീ നിന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ഹീറോയിൻ മറുപടി നൽകുന്നു. ഒന്നും വേണ്ടെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടീഷർട്ട് വാങ്ങിയിട്ട് വരാം, ഇപ്പോൾ നല്ല ഹോട്ടല്ലേ, എപ്പോഴും കോട്ടല്ലേ ധരിക്കുന്നത്, അത് ഒരുപാട് ഹീറ്റ് ആക്കും, അതുകൊണ്ട് തന്നെ ടീഷർട്ട് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങുന്നു.
പക്ഷേ വർക്കിന് പോകുമ്പോൾ തനിക്ക് ഈ കോട്ട് തന്നെയാണ് കംഫർട്ടബിൾ എന്നും എന്തായാലും നീ എനിക്ക് ടീഷർട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞല്ലേ ഒരു വൈറ്റ് കളർ തന്നെ വാങ്ങിച്ചു എന്ന് ഹീറോ പറയുന്നുണ്ട്. അതിനുശേഷം അവനാവട്ടെ കുറച്ച് പണം ഹീറോയിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചോളാനും പറയുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഷോപ്പിങ്ങിന് പോയിട്ട് വൈറ്റ് ടീഷർട്ട് അവൾ എടുക്കുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ നീ എന്തിനാ ഈ പയ്യന്മാരുടെ ടീഷർട്ടൊക്കെ എടുക്കുന്നത്? ഇത് നിനക്കാണോ അതോ നിന്റെ ഹസ്ബൻഡിനാണോ? തന്റെ ഹസ്ബൻഡിനാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ നീ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാതെ നല്ല ഹോട്ടായിട്ടുള്ള ഡ്രസ്സ് വാങ്ങുക, അത് തീർച്ചയായും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയൊന്നും പറയണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതെ വായടച്ചു വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അവളൊന്ന് ഫ്രഷായി വന്നപ്പോൾ തന്നെ വാതിലിന് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോയുടെ എന്തോ ഒരു ഡോക്യുമെന്റ്സ് ഹീറോയിന്റെ മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് എടുക്കാനായിട്ടാണ് അവൻ വന്നത്. എന്നാൽ ഹീറോയിൻ ആവട്ടെ കുളി കഴിഞ്ഞൊരു ലോങ് ഷർട്ട് മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. അത് കണ്ടിട്ട് പോലും അവൻ ഗവനിക്കാത്ത മട്ടിലാണ് അവിടെ നിന്ന് പോയത്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. ഒരു ദിവസം ഹീറോയുടെ വീട്ടിൽ നിന്ന് ഹീറോയിന് കോൾ ലഭിക്കുന്നുണ്ട്. അവൻ ഒരുപാട് മദ്യപിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ച ഉടനെ തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോകാനായി ഹീറോയിൻ അവന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവന്റെ അച്ഛനാവട്ടെ വീട്ടിലെത്തിയപ്പോൾ തലയ്ക്ക് കൈയും കൊടുത്ത് കിടക്കുകയായിരുന്നു. ഞാൻ ജിമ്മിങ്ങിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനാവട്ടെ അവൻ മുകളിലത്തെ റൂമിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന പാടെ തന്നെ നിങ്ങൾക്കിത് എന്താണ് സംഭവിച്ചത്, പേരൻസിനോട് വഴക്കിട്ടോ എന്ന് തന്നെ ഹീറോയിൻ തിരക്കുന്നുണ്ട്. അതെ വഴക്കിട്ടു. എന്തിനാ വഴക്കിട്ടേന്ന് നിനക്കറിയാമോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മയാവട്ടെ കുടുംബത്തിലൊരു അനന്തരാവകാശി വേണോ എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, അതിനാ വഴക്കിട്ടേന്ന് ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴാണ് വിവാഹിതരായത്. ആദ്യമായി ഞങ്ങൾ കണ്ടത് തന്നെ 4 മാസങ്ങൾക്ക് മുമ്പാണ്. 4 മാസത്തിനിടയിൽ പിന്നീട് ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇപ്പോൾ വിവാഹത്തിൻ്റെ അന്നാണ് കാണുന്നത്. പരസ്പരം മനസ്സിലാക്കാതെ ഇത്ര പെട്ടെന്ന് കുട്ടി വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെ കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോ അവരെടുത്ത് പറയുന്നുണ്ട്. അതിന് അവൻ്റെ അമ്മയവിടെ ഞങ്ങളിരുവരും അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ചെയ്തത്, ഞങ്ങൾക്കും കുട്ടികളുണ്ടായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾക്ക് ഇരുവർക്കും കുട്ടികളുണ്ടായി. പക്ഷേ എന്തെങ്കിലും നിങ്ങൾ നേരെ ചൊവ്വെന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഏത് സമയം വഴക്കാണ്. ഞങ്ങളുടെ ഇടയിൽ അതുപോലെ ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ടുപേരും പരസ്പരം നന്നായി മനസ്സിലാക്കണം. അതുവരെയും കുട്ടികൾ വേണ്ടെന്ന് തന്നെയാണ് തൻ്റെ തീരുമാനമെന്ന് ഹീറോ പറഞ്ഞ് അവരോട് വഴക്കിടുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അച്ഛനും അവനോട് ദേഷ്യപ്പെടുകയും അവനോട് മുകളിലത്തെ മുറിയിലേക്ക് പോകാനും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഹീറോയിനോട് അവൻ പറയുകയും അവളുടെ മുഖമാകട്ടെ ആകെ ചുവന്നു പോകുന്നുണ്ട്. ഞാൻ കുടിച്ചതുകൊണ്ട് തന്നെ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ എന്ന് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് വേണ്ടി സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയല്ല പറയേണ്ടത്, ഹീറോയിനാണ് അവനെ താങ്ങി ചുമന്നുകൊണ്ട് പോകുന്നത്. ഹീറോയിൻ അവിടെ അവനെ കൊണ്ടുചെന്ന് ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം അവന്റെ ഡ്രസ്സൊക്കെ ലൂസാക്കി ഇടാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഹീറോ അവിടെ അവളെ ഇറുക്ക പിടിച്ച് അവൻ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവന്റെ ആ പ്രവൃത്തിയിൽ ഒരുമാതിരി തോന്നിയ ഹീറോയിൻ അവിടെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടിപ്പോവുകയും പോകുന്ന വഴിയിൽ അവിടെ വെള്ളം ഇരിപ്പുണ്ടെന്നും ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോയിനും കഞ്ഞിയും സൂപ്പും ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇന്നലെ വന്ന കോലത്തിൽ തന്നെ എന്നെ ബെഡിലേക്ക് അങ്ങ് കിടത്തുകയായിരുന്നു, എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിത്തരണ്ടായിരുന്നു എന്ന് ഹീറോ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. അവൾക്ക് അതിന് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം ഹീറോയ്ക്ക് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. ഇന്നത്തതിന്റെ പ്ലാനുകൾ എന്താണെന്നും ഹീറോ അവളെടുത്ത് തിരക്കുന്നുണ്ട്. ഞാനിന്ന് എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അവൾ ഈ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻസ് കഴിഞ്ഞു, അതുകൊണ്ട് അവളെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. അവൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഹീറോയിൻ തിരക്കുന്നുണ്ട്. ഇല്ല, എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ ആരെങ്കിലും അവൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെന്ന് ഹീറോ തുറന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വിവാഹത്തിന് വന്നില്ലായിരുന്നു, അവരെ ആരെയും അവൾക്ക് ഇഷ്ടമായിട്ടില്ല, എന്തായാലും അവരെ ആരെയും ഇഷ്ടപ്പെടാനും പോകുന്നില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. എങ്കിൽ ശരിയെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് ആവട്ടെ ഒരു മുഖ്യമായ കാര്യം ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവളെ ഒരു മാനേജർ ടോർച്ചർ ചെയ്യുന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ യുവാവ് ആവട്ടെ അവളുടെ അടുത്തൊരു ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് ചെല്ലാൻ പറയുകയും അവളത് എടുത്തുകൊണ്ട് ചെന്നപ്പോൾ അവളോട് മോശമായി സംസാരിക്കുകയും മോശമായി പെരുമാറാനും ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അവനെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഉടനടി തന്നെ ഫ്രണ്ട് അവളെ തടഞ്ഞിട്ട് വേണ്ട, അവന്റെ മുഖം അടച്ച് ഞാനൊരെണ്ണം കൊടുത്തിരുന്നു, സീരിയസ് ആയ ഇഞ്ചുറി തന്നെ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും ഫ്രണ്ട് പറയുന്നുണ്ട്. ഇവന്മാരെ പോലുള്ളവരോടൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഹീറോയിൻ ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. നിന്റെ മൂത്ത സഹോദരനോട് ഈ വിവരം പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ ഈ ജോലി റിസൈൻ ചെയ്യാൻ പറയും, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകുമെന്ന് തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ശരി, നീ 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് ജോലിക്ക് പോയാൽ മതിയെന്ന് ഹീറോയിൻ പറയുന്ന കേട്ടപ്പോൾ ഫ്രണ്ടും അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. ഇതേ സമയം വീട്ടിലേക്ക് എത്തിയ ഹീറോ ആവട്ടെ ഹീറോയിനെ തിരഞ്ഞ് നടക്കുകയായിരുന്നു. അവൾ എവിടെ പോയി എന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഹീറോയിനെ അവളുടെ ഫ്രണ്ടിനെയും കാണിക്കുന്നുണ്ട്. അർദ്ധരാത്രിയായ വിവരമൊന്നും അവരറിഞ്ഞിരുന്നില്ല. അവരവിടെ കരോക്കെയൊക്കെ പാടി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് തീരെ ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഹീറോ അവിടെ കണ്ടിന്യൂസ് ആയി ഹീറോയിന് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവളതൊന്നും അറ്റൻഡ് ചെയ്തില്ല.
ഹീറോ അവിടെ വല്ലാത്ത പരിഭ്രാന്തിയിൽ തന്നെയായിരുന്നു അവൾ എവിടെ പോയെന്ന് അറിയാനിട്ട്. അതേസമയം തന്നെ അവിടെ ക്ലബിൽ നിന്ന് തന്നെ ഹീറോയ്ക്ക് ആരോ ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. 2 ഗസ്റ്റുകൾ വന്നിരുന്നു എന്നും അവരിരുവരും ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടെന്നും പ്രൈവറ്റ് റൂമിലാണ് ഇപ്പോൾ ഉള്ളതെന്നും നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നും അവർ ആവശ്യപ്പെട്ടത്. തുടർന്ന് അവിടേക്ക് എത്തി ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഹീറോ വരുന്നുണ്ടെങ്കിലും ഹീറോയിന്റെ ഫ്രണ്ട് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ലവ് യു ഡി എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഐ ലവ് യു എന്നും ഹീറോയിനും തിരിച്ചു പറയുന്നു. അതുമാത്രമല്ല ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ ഇഷ്ടമായില്ലെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് അങ്ങ് താമസിക്കാമെന്ന് പോലും പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോ അവരെ ഇരുവരെയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിനെ പിടിച്ചവൻ എഴുന്നേൽപ്പിക്കുന്നു. ഉടനടി തന്നെ അവളുടെ ഫ്രണ്ട് ആവട്ടെ ഇവനെ കണ്ടിട്ട് നിന്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഹസ്ബൻഡ് ഇവന്റെ അത്ര സുന്ദരനൊന്നും അല്ല എന്ന് ഹീറോയിൻ ചാടിക്കറി പറയുകയും ചെയ്യുന്നു. ഇതും കൂടി കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അവനവിടെ അവന്റെ കസിനെ വിളിച്ചിട്ട് അവിടേക്ക് വരാനായി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെ കസിനും അവിടെ എത്തിയിട്ട് നീ എവിടെ താമസിക്കുന്നതെന്ന് ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവൾ അവിടെ ബോധമില്ലായിരിക്കുന്നുണ്ട്. താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ പേരും നമ്പരും ഉൾപ്പെടെ എല്ലാം വിളിച്ചു കൂവുന്നുണ്ട്. അങ്ങനെ കസിൻ അവിടെ ഫ്രണ്ടിനെ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ഹീറോയിനെ തൂക്കിയെടുത്തുകൊണ്ട് ഹീറോയും അവിടെ വിട്ടു പോകുന്നു. ആ പയ്യൻ ഹീറോയിന്റെ ഫ്രണ്ടിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഫ്രണ്ട് ആവട്ടെ ആ യുവാവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ ഫോഴ്സ് ചെയ്തവനെ കിസ് ചെയ്തിട്ട് പോലുമുണ്ട്. അവളെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഈ കാര്യങ്ങളെല്ലാം അവൻ ഓർത്തെടുക്കുന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റ് ഹീറോയിന് വല്ലാത്ത തലവേദന അനുഭവപ്പെടുന്നു. അവളുടെ ഹസ്ബൻഡ് തന്നെയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് അവൾ ഓർത്തെടുക്കുന്നുണ്ട്. മുഖം കണ്ണാടിയിൽ നോക്കിയപ്പോഴാവട്ടെ അവളുടെ മസ്കാരയൊക്കെ മുഖത്ത് അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നേരെ അവൾ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ ഇതുവരെയും ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒന്നും മിണ്ടാതെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, എന്താ കുക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഹീറോയിൽ നിന്ന് മറുപടിയൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ ഇതിനു മുമ്പ് കുടിച്ചിട്ട് വന്നപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ തന്നെയല്ലേ നോക്കിയത്, എന്നിട്ട് തന്നോടെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ച ഹീറോയിൻ അവൻ്റെ അടുത്ത് വഴക്കടിക്കുന്നു. നീ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് എനിക്കും അറിയാമെന്ന് പറഞ്ഞ് ഹീറോയും വഴക്കടിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയായിട്ട് പോലും നീ ലേറ്റായി വരുമെന്ന് എനിക്കൊരു മെസ്സേജ് പോലും അയച്ചതുമില്ല, എന്നിട്ട് ഞാനിവിടെ വന്നപ്പോഴോ നീ എന്നെ ഒരു ബാറിലെ ജീവനക്കാരനായിട്ടാണ് കണ്ടേ എന്ന് ഹീറോ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല എന്ന് ഹീറോയിൻ തിരിച്ചും വാദിക്കുന്നു. അതെ അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞത്, ഞാനെന്ന് കുടിച്ചിട്ട് വന്നതിൻ്റെ നീ എൻ്റെ ക്ലോത്ത് പോലും ചേഞ്ച് ചെയ്തില്ലല്ലോ എന്ന് ഹീറോ തിരിച്ചും ചോദിക്കുന്നു. അത് പിന്നെ ക്ലോത്ത് ചേഞ്ച് ചെയ്തിരുന്നത് ഞാൻ നിങ്ങളുടെ മേലിൽ അഡ്വാൻറ്റേജ് എടുക്കുന്നത് പോലെയാവും, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് ഹീറോയിൻ വ്യക്തമാക്കുന്നു. അതിനിപ്പോൾ എന്താ, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ, എൻ്റെ ഡ്രസ്സ് ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞ് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഹീറോയും പറയുന്നു. തുടർന്ന് അവൾ ഒരുപാട് മദ്യപിച്ചതുകൊണ്ട് അവൾക്ക് ഹാങ് ഓവർ സൂപ്പ് നൽകുന്നുണ്ട് അവൻ. അത് വാങ്ങുമ്പോൾ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന്. പറയാൻ ആദ്യം വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും അവനോട് പറഞ്ഞില്ലെങ്കിൽ പോലും അവളെക്കുറിച്ച് എന്തോ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് അവളെക്കുറിച്ചൊന്നും കേൾക്കണ്ട, ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് അവളെ അവഗണിച്ച് പോകുന്നു. അവൻ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെട്ട് പോകുന്നതിന് എത്ര ആലോചിച്ചിട്ടും ഹീറോയിന് മനസ്സിലായില്ല. ഉടനടി തന്നെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് എന്താടി നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ദേഷ്യപ്പെടുന്നത്, ഞാനെങ്ങാണോ അദ്ദേഹത്തിന്റെ ദേഹത്ത് വൊമിറ്റ് ചെയ്തോ അതോ നീ എങ്ങാണോ അറിയാതെ വൊമിറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ബോധമില്ലാതെ എന്തെങ്കിലും ചെയ്തോ എന്ന് അറിയില്ല എന്ന് തന്നെ അവളുടെ ഫ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അന്ന് ഹീറോയിൻ എവിടേക്കും പോയില്ല, അവൻ വന്നപ്പോൾ തന്നെ ഡിന്നർ പ്രിപ്പയർ ചെയ്ത് തരട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞ് ഹീറോ അവളെ ഗവനിക്കാതെ തന്നെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ ഒരാഴ്ച കടന്നു പോകുന്നു. ഹീറോ ആവട്ടെ ഒരാഴ്ചയായിട്ട് അവളുടെ കൂടെ നല്ലപോലെ സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇവൻ എന്താ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, താൻ ചെയ്തത് അത്ര വലിയ തെറ്റാണോ, ഇതിൽ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ ഹീറോയിൻ വിചാരിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോയിന് പീരീഡ്സ് ആവുന്നുണ്ട്. അവനോട് ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുന്നു. തനിക്ക് പീരീഡ്സ് ആണെന്നും പാഡ് വാങ്ങിക്കൊണ്ട് വരാമോ എന്നും അവളെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ശരി നിനക്ക് ഏത് തരത്തിലുള്ള പാഡ്സ് ആണ് ആവശ്യമെന്ന് ഹീറോ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. കോട്ടൺ ആണോ മെഷാണോ, ലെങ്ത് കൂടുതലുള്ളത് വേണോ കുറവുള്ളത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ ചോദിക്കുന്നതൊക്കെ കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ സംശയം തോന്നുന്നുണ്ട്. ഇവനിതൊക്കെ എങ്ങനെ അറിയാം, ഇതിനു മുമ്പ് ഇവൻ ആരെയെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടായിരിക്കും അവൻ കറക്റ്റായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നതെന്നും അവൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയെങ്കിലും അവനോട് അവളത് തുറന്നു ചോദിച്ചില്ല. അങ്ങനെ ഹീറോയിന് വേണ്ടി അവൻ പാഡ്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് നൽകുന്നുണ്ട്. അവളത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിൻ അവിടെ അവനോട് നന്ദി അറിയിക്കുന്നുണ്ട്. ശരി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ബോസ് നിങ്ങളെ ശല്യം ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അയാളോട് പെരുമാറാൻ പോകുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോസിനെ തന്നെ പിരിച്ചുവിടുമെന്ന് ഹീറോ പറയുന്നുണ്ട്. നിങ്ങളുടെ പോലത്തെ കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എല്ലാവരും എത്ര ലക്കി ആണെന്ന് തന്നെ ഹീറോയിൻ പറയുന്ന കേട്ടപ്പോൾ നീ കരുതുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു തരി പണം പോലും എൻ്റെ വീട്ടുകാരിൽ നിന്ന് വാങ്ങിയിട്ടില്ലായിരുന്നു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നും മീൻ ചെയ്തല്ല ഞാൻ സംസാരിച്ചെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. ഇന്ന് ബിസിയാണോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ ബിസിയൊന്നുമല്ല, ഇന്ന് എൻ്റെ അങ്കിൾ ആൻറ്റി എൻ്റെ കസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല കസിൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂടി ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടപ്പോൾ നിങ്ങളുടെ കസിനെ ഞാനും കണ്ടിട്ടില്ലല്ലോ, ഞാനും കൂടെ വരാമെന്ന് ഹീറോയിനും പറയുന്നു. അവനും അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. പീരീഡ്സ് ടൈമിൽ നിനക്ക് അസ്വസ്ഥത വല്ലതും ഉണ്ടോ എന്ന് ഹീറോ അവളോട് തിരക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ ഒന്ന് ആലോചിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഡേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെക്കൻഡ് ഡേയിൽ അവൾക്ക് പെയിൻ ഉണ്ടാവും.
എല്ലാ പെൺകുട്ടികൾക്കും ഒരുപോലെയല്ല, വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കിടക്കാനായി പോകുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, കിച്ചണിൽ ഒരു പ്രത്യേകതരം ടീ ഉണ്ട്, അതെടുത്ത് കുടിച്ചു നോക്ക്, വളരെ നല്ലതായിരിക്കുമെന്ന്. അത് കേട്ടപ്പോൾ ഹീറോയിന് സന്തോഷമാവുന്നുണ്ട്. അവൾക്ക് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ അവൻ കെയർ ചെയ്യുന്ന രീതിയിലാണല്ലോ അവൾക്ക് വേണ്ടി ടീ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഹീറോയിനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയുടെ അമ്മയാവട്ടെ, എന്താ മോളെ നീ നേരത്തെക്കാട്ടിലും ഒരുപാട് മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അടുത്ത പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോൾ പീജൻ സൂപ്പ് വെച്ച് തരാം, അപ്പോൾ നീ നല്ല സ്ട്രോങ് ആയിരിക്കും. അതുമാത്രമല്ല എന്നും ഫോളിക് ആസിഡ് കഴിക്കണം, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബേബി തന്നെ നിങ്ങൾക്കുണ്ടാവുമെന്നും അവർ പറയുന്നുണ്ട്. ഇല്ല ആൻറ്റി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എന്നും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. എന്തായാലും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളും വളരെ ഹെൽത്തി ആയിരിക്കും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കുന്നു. അതിന് ഹീറോയും അവൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് തന്നെയാണ് എടുക്കുന്നത്, എന്തായാലും അതോർത്ത് നിങ്ങൾ യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന്. പിന്നീട് ഹീറോയുടെ അങ്കിളും ആൻറ്റി അവിടെ വരുന്നുണ്ട്. അവരെല്ലാവരുമായി ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെയായിരുന്നു ഹീറോയിൻ്റെ സീനിയറും അവിടേക്ക് വന്നത്. അവളുടെ സീനിയർ തന്നെയാണ് ഹീറോയുടെ കസിൻ എന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾക്കാണെങ്കിൽ അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അതുമാത്രമല്ല അവൻ്റെ കൂടെയുള്ള പെൺകുട്ടി അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഇരുവരും അത്ര ക്ലോസ് ആണെന്ന് തോന്നുന്നില്ല. അവരൊക്കെ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴോ 2 മാസത്തിന് മുമ്പാണ് അവരിരുവരും മീറ്റ് ചെയ്യുന്നതെന്നും അറിയിക്കുന്നുണ്ട്. 2 മാസത്തിന് മുമ്പ് കണ്ടുമുട്ടിയ സ്ഥിതിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഹീറോയിന് സംശയം തോന്നുന്നുണ്ട്. ആ പെൺകുട്ടി തന്നെ ഹീറോയിൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഹീറോയിന്റെ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് ഹീറോയിന് ഫുഡ് എടുത്തു കൊടുത്തത്. അതുമാത്രമല്ല ഭക്ഷണം അവളുടെ വായുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട്, അത്രയും പേര് ഇരിക്കുന്നത് കൊണ്ട് തന്നെ തനിക്കത് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. എന്നിരുന്നാലും ഹീറോയിൻ അത് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിനക്ക് വായിൽ വെച്ച് തന്നില്ലേ, അതുപോലെ എനിക്കും അതുപോലെ വെച്ച് തരണമെന്ന് ഹീറോ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെന്താ കൊച്ചു പയ്യനാണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും പിന്നീട് അവൾക്ക് അവന് വായിലേക്ക് ഭക്ഷണം എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മറ്റുള്ളവരും സന്തോഷപ്പെടുന്നു. ഹീറോയിൻ അവിടെ ആ പെൺകുട്ടിയെ അതുപോലെ കസിനെ മാറി മാറി നോക്കുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. കോളേജിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്ന് പോലും ഹീറോയ്ക്ക് സംശയം തോന്നുന്നു. പിന്നീട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവർ രണ്ടുപേരും പരസ്പരം ലവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹീറോയുടെ ചോദിക്കുന്നുണ്ട്. അവനെപ്പറ്റി നീ എന്തിനാണ് ഇത്രത്തോളം ചിന്തിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, അവനാണ് നിന്റെ കസിനെന്ന് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അതിന് നീ അവനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടുമില്ലല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അവിടെ അവൾ എന്തിനാണ് അവനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ ചോദിച്ചറിയുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായതുമില്ല. പിറ്റേ ദിവസം അവൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ തന്നെ ടീഷർട്ട് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവന് വേണ്ടി വാങ്ങി ടീഷർട്ട് നൽകുന്നുണ്ട്. അവനത് ചേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇവളെന്റെ വൈഫല്ലേ, ഇവിടെ നിന്ന് മാറിയാൽ എന്താണ് കുഴപ്പം എന്നും വിചാരിച്ച് അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഷർട്ട് മാറ്റുന്നുണ്ട്. ഹീറോയിൻ അവിടെ കണ്ണെടുക്കാതെ അവനെ നോക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് അവൾ അങ്ങനെ അവനെ കണ്ടിട്ടുമില്ലല്ലോ. ഷർട്ടിട്ട് കാണാൻ തന്നെ അവൻ വളരെ ഹാൻസമാണ്. ഇപ്പോഴത് മാറ്റിയപ്പോഴോ അതിലും ഹാൻസമായി അവൾക്ക് തോന്നുന്നുണ്ട്. കണ്ണെടുക്കാതെ തന്നെ അവൾ അവനെ നോക്കുന്നു. നീ എന്താ ഈ നോക്കുന്നതെന്ന് കളിയാക്കുന്ന രീതിയിൽ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഇവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സീനിയറിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള വിവരം അറിയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ നേരെ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അതൊരു ബാഡ് ന്യൂസ് ആണെന്ന് ഹീറോയിൻ പറയുന്നു. അതേസമയം എനിക്കും ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ടെന്ന് ഫ്രണ്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ആ മാനേജർ ഉണ്ടല്ലോ, ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിരുന്ന അയാളാവട്ടെ അവളോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി മറ്റൊരു കമ്പനിയിലേക്ക് അവളെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണെന്ന്, അവനെ കൊണ്ട് ഇത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഒരു വിവരം ഞാൻ പുറത്ത് പറയുന്ന ഭയമുള്ളത് കൊണ്ടാണ് അവൻ ഇതിലങ്ങ് ഒതുക്കി കളഞ്ഞെന്നും അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ സീനിയർ പയ്യനുണ്ടല്ലോ, അവനൊരു പെൺകുട്ടിയെ ലവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ്റെ ഫാമിലിക്ക് മുഴുവൻ ആ പെൺകുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിനാവട്ടെ വല്ലാതെ അതിശയം തോന്നുന്നുണ്ട്. ആശ്ചര്യത്തിലുപരി അവൾക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നു. 8 വർഷമായി അവള് മറ്റൊരാളെ സ്നേഹിക്കാതെ അവനെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്തെങ്കിലും ഒരിക്കൽ അവൻ തന്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് തന്നെയാണ് അവൾ കരുതിയിരുന്നത്. എന്നിരുന്നാലും അവനിപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണ്. തൻ്റെ കണ്ണീര് ഹീറോയിൻ കാണരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ അവൾ കണ്ണുകൾ തുടച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല, കുറച്ച് നാളുകൾക്കിപ്പുറം ഞാനിതൊക്കെ അങ്ങ് മറന്നോളൂ എന്ന് പറഞ്ഞ് ഹീറോയിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ഓരോന്ന് പറയുന്നുണ്ട്. അവൾക്കും വല്ലാതെ വിഷമം തോന്നുന്നുണ്ടെങ്കിലും ഇതാണ് റിയാലിറ്റി, അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിനും നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തിയിടഞ്ഞ് തന്നെ ഹീറോയിന് വീണ്ടും ഫോൺ കോൾ ലഭിക്കുന്നുണ്ട്. വേറെ ആരുമായിരുന്നില്ല, ഹീറോയിൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ അവളെ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഹീറോയുടെ കസിൻ്റെ കമ്പനിയായിരുന്നു. എന്താ നീ പറയുന്ന നമ്പരപ്പോടെ തന്നെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയത്തോടെ തന്നെ ഫ്രണ്ട് അവളടുത്ത് ചോദിക്കുമ്പോൾ അതിലിപ്പോൾ എന്തിരിക്കുന്നു, നീ പോയി ജോയിൻ ചെയ്യ്. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടും ആ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാനൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. പിന്നീട് ഹീറോ വീട്ടിലേക്ക് വരുമ്പോഴാവട്ടെ അവൻ മദ്യപിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കസ്റ്റമറെ ഡീൽ ചെയ്യാൻ അവന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് തന്നെ അയാളോടൊപ്പം ഇരുന്നവന് കുറച്ച് മദ്യപിക്കേണ്ടി വന്നു. അവനവിടെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ ബെഡിലേക്ക് പോയി കിടക്കുന്നുണ്ട്. ഹീറോയിൻ അതൊക്കെ മാറ്റി മറ്റു വസ്ത്രങ്ങളൊക്കെ അവനെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഹാങ് ഓവർ സൂപ്പൊക്കെ അവൾ തയ്യാറാക്കി അവന് നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഒരുപാട് വർക്കുകളുണ്ട്, ഓഫീസിലേക്ക് പോയേ മതിയാവൂ എന്ന് പറഞ്ഞ് ഹീറോ ഷാർട്ടിയും പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളത് പാക്ക് ചെയ്തിട്ട്
രാത്രിയിൽ നിങ്ങൾ ഒരുപാട് മദ്യപിച്ചിട്ടാണ് വന്നത്, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഈ ഹാങ് ഓവർ സൂപ്പ് കുടിക്കണമെന്ന് പറഞ്ഞ് തന്നെ അത് പാക്ക് ചെയ്ത് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവനവട്ടെ അവളോട് നന്ദിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അന്ന് നൈറ്റ് ഹീറോ വീട്ടിലേക്ക് വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവളവട്ടെ അവൻ്റെ കസിനെ കുറിച്ച് തിരക്കുന്നുണ്ട്. അവസാനം ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട് അവളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൾ തിരക്കുന്നതെന്ന്. അതിനെപ്പറ്റി അവൻ തുറന്നു ചോദിക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അവൾ അമ്പരപ്പോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നീ അവനെക്കുറിച്ച് ഇങ്ങനെ കൂടെ കൂടെ തിരക്കുന്ന കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നിങ്ങളുടെ കസിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്, അവളെ നന്നായി ഒന്ന് നോക്കിക്കോളാൻ കസിൻ്റെ കൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി അവൾ നിന്റെ ഫ്രണ്ടാണെന്ന് അറിയാമല്ലോ, അവൻ നല്ല രീതിയിൽ തന്നെ അവളോട് പെരുമാറുമെന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടെ തന്നെ അവൾ അതിന് താങ്ക്സ് പറയുമ്പോൾ ഹീറോ അവിടെ അവളുടെ നെറ്റിക്ക് ചെറിയൊരു കൊട്ടു കൊടുത്തിട്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് താങ്ക്സ് പറയരുതെന്ന്, കാരണം നമ്മളിരുവരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിനും അതിന് ചിരിക്കുന്നുണ്ട്. നിഞ്ച അവിടെ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുകയായിരുന്നു. അവരെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഹീറോ അവളെ കൊണ്ടാക്കാനായി പോകുന്നുണ്ട്. പക്ഷേ അവൾ കഴിക്കാനുള്ള ഫുഡ് കാറിൽ വെച്ച് മറന്നിരുന്നു. ഹീറോ ആവട്ടെ ബസ്സിലേക്ക് കയറി വന്ന് നമുക്ക് ആ ഫുഡ് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള സ്റ്റാഫുകളും അവളുടെ കൊളീഗ്സുമൊക്കെ നീ എത്ര ഭാഗ്യവതിയാണ്, നിന്റെ ഹസ്ബൻഡ് നിന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിന് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു. അവിടെ നിന്ന് ഹീറോ നേരെ ഓഫീസിലേക്കാണ് പോയത്. ലിഫ്റ്റിൽ കയറാൻ നേരം അവനോടൊപ്പം ഒരു പെൺകുട്ടിയും കൂടി വന്ന് കയറുന്നുണ്ട്. ഹീറോ എടുത്ത് ആ പെൺകുട്ടി നല്ല പരിചയമുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെ അവളുടെ പേരെന്താണെന്ന് തിരക്കുന്നുണ്ട്. പേര് കേട്ടപ്പോഴാണ് ഇതിനു മുമ്പ് അവളെ എവിടെ വെച്ചൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് പോലും ഹീറോ ഓർക്കുന്നത്. അങ്ങനെ ഓർത്തപ്പോഴാണ് കോളേജിലായിരുന്ന ടൈമിൽ അവൾ ഒരുപാട് പ്രാവശ്യം ഹീറോ എടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തെടുക്കുന്നത്. അവളെ കുറിച്ച് ഓർത്തെടുത്ത ഹീറോയ്ക്ക് ആവട്ടെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവന്റെ മുഖഭാവമാകെ മാറുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതേ സമയം മലമുകളിലുള്ള ഒരു അമ്പലത്തിലായിരുന്നു അവളുടെ കൊളീഗ്സിനോടൊപ്പം ഉണ്ടായിരുന്നത്. അവളുടെ കൊളീഗ് അവളോട് ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങളുടെ ഹസ്ബൻഡുമായി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് മറുപടി പറയുന്നുണ്ടെങ്കിലും അവളൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഹസ്ബൻഡിനോട് വന്നിട്ടില്ല, അല്ലാതെ താൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ഒരു യുവാവിനെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യുവാവിന്റെ കൂടെയാണ് അവൾ അവിടെ വന്നിട്ടുള്ളത്. നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവനാവട്ടെ ചുമലിലേറ്റി അവളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തെടുത്ത് അവളാവട്ടെ ഹീറോയെ കോൾ ചെയ്തിട്ട് അവിടെയുള്ള ഭംഗികളെല്ലാം അവനെ വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ കണ്ടപ്പോൾ തനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഹീറോയും പറയുന്നുണ്ട്. അങ്ങനെ അവരിരുവരും കുറച്ചു നേരം സംസാരിക്കുന്നു. ജിമിങ് ആവട്ടെ അവരിരുവരുടെയും വിവാഹ ഫോട്ടോ തന്നെ ഫോണിലെ വാൾപേപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ പിന്നീട് ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നു. ജിമിങ്ങാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നതും കാലൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ടെന്നും അവൻ്റെ അടുത്ത് അവൾ പറയുന്നുണ്ട്. ഒരുപാട് ഹൈറ്റ് ആയിരുന്നു, കയറാൻ പ്രയാസമുണ്ടായിരുന്നു എന്നൊക്കെ അവൻ തിരക്കുന്നുണ്ട്. അതെ, ഒരുപാട് ടയേർഡായി, നല്ല പ്രയാസം തന്നെയായിരുന്നു എന്ന് ഹീറോയിനും പറയുന്നു. അതിനുശേഷം ഹീറോയുടെ അച്ഛനും അമ്മയും മീറ്റ് ചെയ്യാനായി അവർ പോകുന്നുണ്ട്. അവൾക്കാവട്ടെ വളരെയധികം പോഷകമൂല്യമുള്ള ഫുഡ് തന്നെയാണ് അവർ നൽകിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പോഴും അവളുടെ അടുത്തൊരു കുഞ്ഞിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ ഇപ്രാവശ്യം നിനക്ക് സൗകര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സമ്മതം മൂളിക്കണമെന്ന് തന്നെ എല്ലാവരും ഒരിക്കൽ തന്നെ ഹീറോ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ആവട്ടെ ഒരുപാട് ലേറ്റായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയാവട്ടെ ഇത്ര പെട്ടെന്ന് എവിടാ പോകുന്നത്, അവളിത് മുഴുവൻ കഴിക്കട്ടെ, അതിനുശേഷം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ ഏത് സമയം കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. നിന്റെ വായിക്ക് തന്നെ അടി തരണം, നീ എന്തൊക്കെയായി പറയുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയാവട്ടെ അവന് വഴക്ക് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലത് ഷൈ ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോ അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവൻ്റെ അമ്മയാവട്ടെ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. ഹീറോയിനാവട്ടെ വളരെ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മകൻ്റെ ക്യാരക്ടറിലും ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുമാത്രമല്ല അവരുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവരുടെ അമ്മ ഇത്രയധികം സന്തോഷപ്പെടുന്നത്. അവരുടെ മരുമകളാകാനുള്ള എല്ലാ യോഗ്യതയും ഹീറോയിനുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഹീറോയുടെ അച്ഛൻ ഈ വിവാഹം ഫിക്സ് ചെയ്തതും ഹീറോയിനെ അവരുടെ വീട്ടിലെ മരുമകളാക്കിയതും. പിന്നീട് ഹീറോയിനും ആവട്ടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ബാർബിക്യൂ ഒക്കെ തയ്യാറാക്കി കഴിക്കുകയും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരുവരും സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഒരു മുറിയിൽ തന്നെ താമസിക്കാമെന്ന് തീരുമാനവും എടുക്കുന്നു. അവനിങ്ങനെ അടുത്തൊക്കെ വരുമ്പോൾ അവൾക്ക് ഒരുമാതിരി തോന്നുന്നുണ്ട്. പിന്നീട് ഹീറോ ആവട്ടെ അവളുടെ വിവാഹമോതിരം ലൂസായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ റെഡിയാക്കി അവൾക്ക് തിരിച്ചു നൽകുന്നുണ്ട്. ഇപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കൂ, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ പറയുമ്പോൾ കറക്റ്റ് ആണ്, ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ നേരെ കിടക്കുന്നുണ്ട്. ഹീറോ മനഃപൂർവ്വം ആവട്ടെ അവൾ കിടക്കാൻ പോകുന്ന കണ്ടിട്ട് കളിയാക്കുന്ന രീതിയിൽ തന്നെ അവളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നിനക്ക് ഏത് തരത്തിലുള്ള പൊസിഷനാണ് ഇഷ്ടമെന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അവൾ തെറ്റായ കാര്യങ്ങൾ തന്നെ വിചാരിച്ചു കൂട്ടുന്നുണ്ട്. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് അവൾ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നു. അത് പിന്നെ ഉറങ്ങാൻ നേരം നിനക്ക് ഏത് സൈഡാണ് ഇഷ്ടമെന്ന് ചോദിച്ചാണെന്ന് പറയുമ്പോൾ തന്നെ അത് നീ വായടച്ചു വെച്ചൊന്ന് കിടക്കാൻ നോക്കെന്ന് പറയുമ്പോൾ ഹീറോയും പിന്നീടൊന്നും മിണ്ടാതെ കിടക്കുന്നു. ഹീറോ ആവട്ടെ പതിയെ അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഹീറോയിനും അവന്റെ കൈകൾ ഒന്നും കൂടെ മുറുകെ പിടിച്ചിട്ട് ഉറങ്ങുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് ഹീറോയിനും പിറ്റേ ദിവസം നേരത്തെ തന്നെ വീട്ടിലെത്തുന്നുണ്ട്. അതേസമയം അവളുടെ ഫ്രണ്ട് അവളെ കോൾ ചെയ്യുന്നുണ്ട്. അവൾക്കൊരു ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു. 2 എണ്ണം ഉണ്ട്, അതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് അവൾക്കൊരു കൺഫ്യൂഷൻ. ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. ഇതിലേതാ നല്ലതെന്ന് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവളവട്ടെ ബ്ലാക്ക് ചൂസ് ചെയ്യുന്നുണ്ട്. ഹീറോ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി വാങ്ങിച്ചോ എന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല, നീ അത് വാങ്ങിച്ചോ, ഇഷ്ടപ്പെട്ടതല്ലേ. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തത് വാങ്ങിച്ചോളാനും അത് താൻ ഹീറോയിന് ഗിഫ്റ്റായി നൽകാൻ പോവുകയാണെന്നും പറയുന്നുണ്ട്.
അത് കേട്ടിയുടനെ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, അതിന് ഒരുപാട് പണമാവുമെന്ന് തോന്നുന്നു, എന്തിനാ ഇങ്ങനെ വെറുതെ പണം ചെലവാക്കുന്നേന്ന്. അതൊന്നും കുഴപ്പമില്ല, ഞാനല്ലേ വാങ്ങിച്ചു തരുന്നതെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിന് വല്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്നു. പിന്നീട് ഹീറോയോട് അവൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഫേമസ് ആണെന്നാണല്ലോ തോന്നുന്നത്, നിങ്ങളുടെ ഫ്ലോറിലുള്ള റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ ചെങ്ക്യുവാൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഹീറോയുടെ മുഖഭാവമാകെ മാറുന്നുണ്ട്. വേറൊന്നുമില്ലെന്ന് അവനോടൊപ്പം ലിഫ്റ്റിലുണ്ടായിരുന്നത് അവളായിരുന്നു. പിന്നീട് ഹീറോയിനോടൊന്നും സംസാരിക്കാതെ തന്നെ ഹീറോ പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾ അവിടെ മനസ്സിൽ ധരിക്കും ചെയ്യുന്നുണ്ട്, ഇനി ഇവനെങ്ങാനും അവളെ ലവ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടാണോ അവളുടെ പേര് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഹീറോയിൻ ഫുഡ് കഴിക്കാനായി വന്നിരിക്കുന്നു. പക്ഷേ എപ്പോഴും അവന് വേണ്ടി ഫുഡ് എടുത്തുകൊണ്ടിരുന്ന ഹീറോയിൻ ഇപ്രാവശ്യം അത് ചെയ്തില്ല. ഒരേ ഒരു മുട്ട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഹീറോ അത് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഹീറോയിൻ അത് എടുത്തു കഴിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവൾ തന്നോടൊന്നും മിണ്ടാതെ പോയത്? ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയണമെന്ന് പോലും അവൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും അവനും പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ തന്നെ അവിടെ വന്ന് പോകുന്നു. പിറ്റേ ദിവസം കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് നടന്നുപോയിക്കൊണ്ടിരുന്നത്. അതേസമയം തന്നെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പുറത്തു പോകുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനോടൊപ്പം പോകാൻ അവനും തീരുമാനിക്കുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇരുവരും തനിച്ച് മീറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞതെന്ന്, പിന്നെന്തിനാ ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നേന്ന്? അത് പിന്നെ ഇന്ന് എല്ലാവർക്കും ലീവല്ലേ, അതുകൊണ്ടാ വന്നേന്ന് ഹീറോയിൻ മറുപടി നൽകുന്നുണ്ട്. പ്രധാനമായി ഹീറോയുടെ കസിനും അവന്റെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും ഹീറോയിനും സംസാരിക്കാത്തത് ഹീറോയുടെ കസിനും അതുപോലെ തന്നെ ഹീറോയിന്റെ ഫ്രണ്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ വെച്ച് അവർ ഇരുവരോടും യാതൊന്നും ചോദിച്ചില്ല. പരസ്പരം തനിച്ചായിരിക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് തന്നെ ഇരുവരും മനസ്സിൽ വിചാരിക്കുന്നു. ഹീറോയെ തനിച്ച് കിട്ടിയപ്പോൾ കസിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്, നിന്റെ വൈഫ് എന്താ നിനക്ക് മുഖം തരാത്തതെന്നും ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ കസിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അവളവിടെ ആ റിസപ്ഷനിസ്റ്റ് പെണ്ണിനെ പറ്റി സംസാരിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ എക്സിന്റെ കാര്യങ്ങൾ ഓർമ്മ വന്നു. അപ്പോഴത്തേക്കും എൻ്റെ മുഖം മാറിയത് അവൾ ശ്രദ്ധിച്ചു. അതിനുശേഷം അവൾ തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ നിന്റെ വൈഫല്ലേ, എല്ലാ കാര്യങ്ങളും അവളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. കാര്യങ്ങളൊന്നും പറയാതെ നീ ഇങ്ങനെ ശാന്തമായി തന്നെ നടന്നാൽ എങ്ങനെയാന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാനെന്താ അവളുടെ അടുത്ത് പോയി പറയേണ്ടത്, അവളല്ലേ എന്നോട് ദേഷ്യം കാണിച്ച് നടക്കുന്നതെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇതൊക്കെ പോകെ പോകെ ശരിയായിക്കോളും, നീ എന്തായാലും കാര്യങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ അവൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയും അവളോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നീ അവളുടെ ഫ്രണ്ടിനോട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ കോളേജ് ടൈം മുതൽ തന്നെ ഹീറോയുടെ കസിനാവട്ടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അന്നത് അവൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം അവൻ്റെ ഫാമിലി റിച്ച് ആയിരുന്നില്ല. സാമ്പത്തികമായി നല്ലൊരു രീതിയിൽ എത്തിയിട്ട് വേണം അവളെ വിവാഹം കഴിക്കാൻ എന്നൊരു സ്വപ്നത്തിൽ തന്നെയായിരുന്നു അവൻ. പക്ഷേ അത് എപ്പോൾ നടക്കുമെന്ന് അവന് പോലും അറിയില്ല. അതിനു മുമ്പ് അവളുടെ മാരേജ് കഴിഞ്ഞ് പോകാതിരുന്നാൽ ഓക്കെ. പക്ഷേ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഹീറോയുടെ അടുത്ത കസിൻ പറഞ്ഞില്ല. പിന്നീട് ഹീറോ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാവട്ടെ ഹീറോയിൻ ഒരുപാട് കുടിച്ചത് കൊണ്ട് തന്നെ വെളിയിൽ സോഫയിൽ തന്നെ കിടന്നുറങ്ങി. എന്ത് പറ്റിയെന്ന് അവളുടെ അടുത്ത് ഹീറോ ചോദിച്ചെങ്കിൽ പോലും അവനെ പിടിച്ചു മാറ്റിയതിനു ശേഷം അവൾ മുകളിലത്തെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അവനാവട്ടെ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് അവളുടെ മുഖത്ത് മേക്കപ്പൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം അവൾ കണ്ണുകൾ തുറക്കുന്നുണ്ട്. ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു അവൾ. പിറ്റേ ദിവസം അവൾ എന്തോ നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹീറോ ആവട്ടെ അവൾക്കുള്ള ഫുഡ് കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട്. എനിക്ക് വിശപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ അവഗണിച്ച് അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ കാര്യങ്ങളൊക്കെ അവളോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. നീ എന്നെ ഇങ്ങനെ അവഗണിച്ച് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല, എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾ ഇറങ്ങിപ്പോയില്ലേ, അതുകൊണ്ടാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ എനിക്ക് നിന്നോട് മുഖ്യമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നീ എൻ്റെ വൈഫാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തന്നെ ഞാൻ കരുതുന്നു. യഥാർത്ഥത്തിൽ റിസപ്ഷനിസ്റ്റായ പെൺകുട്ടിയെ ഞാൻ ലവ് ചെയ്തിട്ടൊന്നുമില്ല. അവളുടെ പേര് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ എക്സിനെ ഓർമ്മ വന്നു. എന്ത് എക്സോ എന്ന് ചോദിച്ച് ഹീറോയിൻ ചിരിക്കുന്നുണ്ട്. അതെ, ഞാനും ആ പെൺകുട്ടിയെ ലവ് ചെയ്തിരുന്നു, പക്ഷേ അവൾ എന്നെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നു. ഇത് കേട്ടയുടനെ തന്നെ ഹീറോയിന് ചിരി വരുന്നുണ്ട്. മതി മതി എന്ന് പറഞ്ഞ് ഹീറോയിൻ ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകയും ഇരുവരും സമാധാനപരമായി തന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് അവരവരുടെ ജോലികളിൽ മുഴുകുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ദിവസം ഹീറോയെ കാണാൻ വേണ്ടി അവൻ്റെ ഓഫീസിലേക്ക് അവൾ പോകുന്നുണ്ട്. അതേസമയം റിസപ്ഷനിസ്റ്റായിട്ട് ആ പെൺകുട്ടിയെ അവൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു യുവാവായിരുന്നു ഉണ്ടായിരുന്നത്. ജിമ്മിങ്ങിനെ കാണാനാണ് വന്നതെന്ന് അവൾ പറയുമ്പോൾ തന്നെ ഹീറോയെ യുവാവ് വിവരം അറിയിക്കുന്നുണ്ട്. തുടർന്ന് ഹീറോ ഓടി വന്നവളെ കാണുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഹീറോയുടെ വൈഫാണ് അവളെന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ആ ഓട്ടം കണ്ടിട്ട് തന്നെ സ്റ്റാഫുകളാവട്ടെ ചിലപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാമെന്ന് വരെ ഹീറോയിനെ തെറ്റിദ്ധരിക്കുന്നു. ഷോക്കായി തന്നെ എല്ലാവരും ഹീറോയിനെ നോക്കുകയായിരുന്നു. ഹീറോയിൻ ആവട്ടെ അവന് വേണ്ടി ഒരു കോട്ട് വാങ്ങിക്കൊണ്ട് നൽകുന്നുണ്ട്, തണുപ്പാവുമ്പോൾ ഇടാനുള്ളത്. ഇതൊരുപാട് വലുതാണെന്ന് തോന്നുന്നു, ഞാൻ മറ്റൊരെണ്ണം വാങ്ങിക്കൊണ്ടുവരട്ടെ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ തന്നെ ഹീറോ ആവട്ടെ അവളെ ചേർത്ത് പിടിച്ച് കോട്ടിനകത്തേക്ക് കയറ്റിയതിനു ശേഷം അവളുടെ നെറ്റിയിൽ ഒരു കിസ്സും കൊടുത്തിട്ട് ഇപ്പോൾ ഓക്കെ ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫീസിലുള്ളവരെല്ലാം കതവ് കുറച്ച് ഓപ്പൺ ചെയ്ത് ഈ കാഴ്ചകളെല്ലാം കണ്ടിരുന്നു. ഒരാളാവട്ടെ മുമ്പിലേക്ക് വന്ന് വീഴുന്നുമുണ്ട്. ചമ്മലോട് തന്നെ ആ യുവാവട്ടെ സോറി സാർ, ഞാനൊരു ഫയൽ കൊടുക്കാൻ വന്നയാണെന്ന് പെട്ടെന്ന് ചാടിക്കയറി പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെട്ട് ഹീറോ അവനെ പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനാവട്ടെ നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതൊക്കെ അറ്റൻഡ് ചെയ്യും, ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്.
ഹീറോയിന്റെ കൈകൾ ചേർത്ത് പിടിച്ച ഹീറോ തന്നെയാണ് അവളെ പുറത്തേക്ക് കൊണ്ടുപോയതും. ഈ കാഴ്ച കണ്ട റിസപ്ഷനിലെ പയ്യനാവട്ടെ ആരാണ് ആ പെൺകുട്ടിയെന്ന് ഹീറോ എടുത്ത് തിരക്കുകയും ചെയ്യുന്നുണ്ട്. ആ പയ്യനാവട്ടെ ഹീറോയുടെ റിലേറ്റീവും കൂടിയായിരുന്നു. അവനോട് ഹീറോ പറയുന്നുണ്ട് അത് നിന്റെ സിസ്റ്റർ ഇൻ ലോയാണെന്ന്. എന്താ സിസ്റ്റർ ഇൻ ലോയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ യുവാവും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഹീറോ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. എന്താണ് കാര്യമെന്ന് ഹീറോയിനും അറിയില്ലായിരുന്നു. എന്നിരുന്നാലും അവൾ അവനോട് തുറന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴവൻ പറയുന്നുണ്ട് കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും തനിക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ട്, ഏകദേശം 20 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നും എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ല എന്നും അവളോട് പറയുന്നുണ്ട്. തന്റെ പക്കൽ കുറച്ച് പണമുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ അവളുടെ ബാങ്ക് കാർഡ് എടുത്തുകൊണ്ട് വന്ന് അവന് നൽകുന്നുണ്ട്. ആ പണം ആവട്ടെ വിവാഹം കഴിഞ്ഞപ്പോൾ അവളുടെ പേരൻസ് അവൾക്ക് വേണ്ടി നൽകിയതായിരുന്നു. ഇതൊന്നും വേണ്ട, നീ തന്നെ വെച്ചോളൂ എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ നമ്മള്. ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കേണ്ടത് തന്റെ കടമ തന്നെയാണ്. പിന്നെ പണം വെറുതെ ബാങ്കിലിട്ടിട്ട് കാര്യമില്ലല്ലോ, അതെടുത്ത് യൂസ് ചെയ്യേണ്ടതെന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഈ പണം നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളൂ, എൻ്റെ ഹസ്ബൻഡ് മറ്റൊരാളുടെ അടുത്തും കൈനീട്ടേണ്ട ആവശ്യമില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ ഹീറോയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. അവൻ ആ പണം യൂസ് ചെയ്യുകയും അവൻ്റെ കമ്പനി പഴയ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നാളുകൾ പൊക്കോണ്ടിരിക്കുകയും ഹീറോയും ഹീറോയും തമ്മിലുള്ള ലവ് സ്ട്രോങ് ആയിക്കൊണ്ടേയിരുന്നു. ഇതേ സമയം തന്നെ ഹീറോയുടെ കസിനാവട്ടെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വീട്ടിൽ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ. അവളുമായിട്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിലും ആ പെൺകുട്ടിയെ അവൻ ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് കാരണത്താലാണ് പെൺകുട്ടിയെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് അറിയത്തില്ല. പക്ഷേ ഹീറോയിന്റെ ഫ്രണ്ടുമായി ഇപ്പോൾ അവൻ നന്നായി സംസാരിക്കാറുണ്ടായിരുന്നു. ഹീറോയിന്റെ ഫ്രണ്ടിനോട് ഇപ്പോഴും ഇഷ്ടമുള്ളത് കൊണ്ടുള്ള കുറ്റബോധത്തിൽ നിന്നായിരിക്കാം അവളെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് തോന്നുന്നു. ഈ വിഷയത്തെപ്പറ്റി ഹീറോയിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് അവൻ മറ്റൊരു പെൺകുട്ടിയുമായി എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെയാണ് അവൾ എപ്പോഴും അവനിൽ നിന്ന് അകലം പാലിച്ചത്. പക്ഷേ ബ്രേക്കപ്പ് ആയെന്നറിഞ്ഞപ്പോൾ തന്നെ അവനോട് സംസാരിക്കാനും വീണ്ടും തന്റെ ഇഷ്ടം കൺഫസ് ചെയ്യണമെന്നും വിചാരിച്ച് അവനെ വെയിറ്റ് ചെയ്ത് തന്നെ അവളോട് ഇരിക്കുന്നു. പക്ഷേ ഇതേ സമയം തന്നെയായിരുന്നു അവൻ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പെൺകുട്ടി വന്ന് അവനെ ഹഗ് ചെയ്യുന്നത്. ഈ കാഴ്ച അവൾ കാണുന്നുണ്ട്. ഇതവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയിരുന്നുവല്ല, അവർ രണ്ടുപേർക്കും ഇടയിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചതാണ്. ഇപ്പോൾ അവർ വീണ്ടും പഴയപടിയായിരിക്കുകയാണ്. താനിത് മറക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിന്റെ ഫ്രണ്ട് അവിടം വിട്ടു പോകുന്നു. പിന്നീട് ആ യുവാവിനെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് നീ എന്നെ ഹഗ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ പിടിച്ചവൻ തള്ളി മാറ്റുന്നുണ്ട്. അതിനെ പെൺകുട്ടിയാവട്ടെ ഞാൻ തന്നെ ലവ് ചെയ്യുന്നുണ്ട്, എന്തിനാ എന്നെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്ക്, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഇതേ സമയം ക്ലാസ്സിലെ റീയൂണിയന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ അവളുടെ ഫസ്റ്റ് ലവിനെ എങ്ങനെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറുമോ, തന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെയുള്ള ഭയം കയറിക്കൂടിയിരുന്നു. അവളോട് പോകാൻ പറഞ്ഞെങ്കിൽ പോലും ഹീറോ ഇങ്ങനെയൊരു കുഴപ്പത്തിലായിരിക്കുകയായിരുന്നു. ഹീറോയിന് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നല്ലോ. കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അവൾ ആ യുവാവിനെ സ്നേഹിച്ചിരുന്നത്. എന്നാൽ അവനാവട്ടെ തന്റെ കരിയറാണ് മുഖ്യം എന്നും പറഞ്ഞ് ഹീറോയിനെ ഉപേക്ഷിച്ച് മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിരുന്നു. അവന്റെ കരിയറിന് മുൻഗണന കൊടുത്തു. പക്ഷെ തന്നെ ബ്രേക്കപ്പ് ചെയ്തെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും തനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല, വർക്കിന് തന്നെയാണ് മുൻഗണന എന്ന് പറഞ്ഞ് അവനവിടം വിട്ടു പോയിരുന്നു. ഹീറോയിൻ ഒരുപാട് കരഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, അവനെ തന്നെ വിവാഹം കഴിക്കാൻ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ യുവാവ് അതിനൊന്നും സമ്മതിച്ചിരുന്നില്ല. റീയൂണിയനിൽ ചെന്നപ്പോൾ ഇതൊക്കെ ഓർത്തെടുത്ത് ഹീറോയിൻ ആവട്ടെ വല്ലാതെ ഫീൽ ചെയ്ത് തന്നെയാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അവളുടെ കണ്ണുകളൊക്കെ കലങ്ങിയിരിക്കുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവൾ അവളുടെ ഫസ്റ്റ് ലവിനെ മീറ്റ് ചെയ്ത് കാണുമോ എന്ന് പോലും ഹീറോ കരുതുന്നുണ്ട്. ഹീറോയ്ക്കാവട്ടെ അവളുടെ പഴയ ബോയ് ഫ്രണ്ടിനെ അവൾ കണ്ടതിന് ശേഷം വീണ്ടും അവളുടെ ഫീലിങ്സ് കൺഫസ് ചെയ്തപ്പോൾ അവൻ റിജക്റ്റ് ചെയ്തിട്ടാണ് അവൾ കരയുന്നതെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരോ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഹീറോ അവിടെ നേരെ ഹീറോയിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എനിക്ക് ജലസി ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ തന്നെ നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വീണ്ടും കണ്ട് നിന്റെ ഇഷ്ടം കൺഫസ് ചെയ്തോ, നീ എന്തൊക്കെയായി പറയുന്നത്, എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം കൺഫസ് ചെയ്തെങ്കിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അതിനെന്തിനാ ഞാൻ കരയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്തായി പറഞ്ഞു വരുന്നത്? എനിക്കും എൻ്റെ ബോയ് ഫ്രണ്ടിനും നേരത്തെ തന്നെ ബ്രേക്കപ്പ് ആയതാണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രേക്കപ്പ് ആയതാണ്. പക്ഷെ ഞങ്ങൾ ലവ് ചെയ്തത് സത്യസന്ധമായിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇരുവർക്കും ഇപ്പോൾ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും പിൻകാലത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ അന്ന് നിന്റെ എക്സിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതുപോലെ എനിക്കും ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാം മനസ്സിലായതുപോലെ തന്നെ ഹീറോ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഇരുവരും ക്ലോസ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ടിനാവട്ടെ മറ്റൊരു യുവാവുമായി എൻഗേജ്മെന്റ് നടക്കാൻ പോവുകയായിരുന്നു. ഹീറോയിന്റെ അടുത്ത് ഫ്രണ്ട് പറയുന്നുണ്ട് ഇതിനപ്പുറം അവന് മേലിലുള്ള തന്റെ ഇഷ്ടം ഗീവപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ഇത്രയും വർഷം അവന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ലേ, ഇനി ഈ ഫാന്റസിയിൽ നിന്ന് ഞാൻ പുറത്തു വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹീറോയിനും അവളുടെ തീരുമാനം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം 8 വർഷമായി അവൾ ആ പയ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇനിയും അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു സന്തോഷകരമായ ഒരു ജീവിതം വേണ്ടേ. പക്ഷെ അവളുടെ ഫ്രണ്ട് ആവട്ടെ ബീജിംഗിലേക്ക് പോവുകയാണ്. അവളുടെ സഹോദരൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സഹോദരന്റെ ഫ്രണ്ടുമായിട്ടാണ് അവളുടെ എൻഗേജ്മെന്റ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് അവരുടെ ബ്ലൈൻഡ് ഡേറ്റ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ പോയി സെറ്റിൽ ആവാനാണ് ആ പെൺകുട്ടിയുടെ തീരുമാനം. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ കരയുന്നുണ്ട്.
10 വർഷങ്ങളായി ഹീറോയിനും അവളുടെ ഫ്രണ്ടും ഒരിക്കൽ പോലും പിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മൊത്തത്തിൽ ബീജിംഗിലേക്ക് അവൾ പോവുകയാണെന്ന് കേട്ടപ്പോൾ ഹീറോയിന് എന്തെന്നില്ലാത്ത വിഷമം അനുഭവപ്പെട്ടു. നീ വിഷമിക്കാതിരിക്കെ, ഈ സിറ്റിയിൽ നിന്ന് ഞാൻ പോകുന്നെന്നല്ലേ പറഞ്ഞോളൂ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മൾക്ക് ഇനിയും മീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ ഫ്രണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് ചെന്ന ഹീറോയിൻ അവിടെ ഇതൊക്കെ ഓർത്തെടുത്തിട്ട് പേസ്റ്റിന് പകരം ഷേവിംഗ് ക്രീം എടുത്തു വെച്ച് പല്ല് തേക്കുന്നുണ്ട്. അവള് തുരിതരെ തുപ്പി വാ കഴിവെന്ന് കണ്ടിട്ട് തന്നെ എന്ത് പറ്റിയെന്ന് ഹീറോ തിരക്കുന്നുണ്ട്. അത് പിന്നെ ഒന്നുമില്ല, എൻ്റെ ഫ്രണ്ട് ആവട്ടെ ബീജിംഗിലേക്ക് പോവുകയാണ് അവളുടെ സഹോദരൻ്റെ അടുത്തേക്ക്. അവിടെ അവളുടെ സഹോദരൻ്റെ ഒരു ഫ്രണ്ടിനെ ബ്ലൈൻഡ് ഡേറ്റിൽ മീറ്റ് ചെയ്ത് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. സത്യമാണോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതേയെന്ന് അവൾ പറയുന്നുണ്ട്. തുടർന്ന് നിന്റെ ബർത്ത്ഡേ വരികയില്ലെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതേന്ന് അവൾ പറയുമ്പോൾ തന്നെ അന്നത്തെ ദിവസം നിനക്ക് ചില മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നിനക്ക് അന്ന് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ ബർത്ത്ഡേ ദിവസമാണ് കാണിക്കുന്നത്. അന്ന് ഹീറോയിന്റെ ഫ്രണ്ടും അതുപോലെ ഹീറോയുടെ കസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പാർട്ടി മാതിരി അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഫ്രണ്ട് അവളുടെ കയ്യിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഫ്രണ്ടിന്റെ അടുത്ത് അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയാൻ സാധിക്കില്ല എന്ന് അവളും പറയുന്നു. തുടർന്ന് ഹീറോയിൻ അവിടെ പെട്ടെന്ന് തന്നെ ആ കവർ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഹീറോയുടെ കസിനെ അവിടെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം തട്ടിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേസമയം ഹീറോ അവന് തട്ടു കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന കണ്ടു കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ യുവാവട്ടെ ഒരു ഗിഫ്റ്റ് ഹീറോയിനും അതുപോലെ മറ്റൊരെണ്ണം ഹീറോയിന്റെ ഫ്രണ്ടിനും നൽകുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ ഗിഫ്റ്റ് വേണ്ടാന്ന് പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവനെ ഇനി പ്രണയിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നല്ലോ അവൾ. അവനോട് നന്നായി മുഖം കൊടുത്തു പോലും അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട്. കസിൻ പയ്യനാവട്ടെ എങ്ങനെ ഹീറോയിന്റെ ഫ്രണ്ടിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് ഒരു എത്തും പിടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ അവനിങ്ങനെ മടിച്ചു നിൽക്കുന്നത്. ഹീറോയിനും വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇന്നാണ് അവരുടെ വിവാഹം കഴിഞ്ഞെന്ന മട്ടിൽ തന്നെ പരസ്പര സമ്മതത്തോടെ തന്നെ അവർ രാത്രി ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദിവസങ്ങൾ കടന്നുപോവുകയും ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ബീജിംഗിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അവൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് യാത്രയയപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോയുടെ കസിനും വന്നിട്ട് അവൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവളാവട്ടെ എല്ലാവരും നൽകുന്നത് പോലെ അവനും തനിക്ക് തന്നെയാണെന്ന് കരുതുന്നുണ്ട്. എന്നിരുന്നാലും മനസ്സിൽ അവന്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും തനിക്കൊരു സ്ഥാനമുണ്ടാവുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവനവിടെ ഞാൻ ഇപ്പോഴാണ് എബ്രോഡിൽ നിന്ന് വന്നേന്ന് പറഞ്ഞ് ആ ബൊക്കെയൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ പെൺകുട്ടി അവിടെ ഒരു നിമിഷം നിൽക്ക്, എന്തിനാ ഇത് തന്റെ കയ്യിലേക്ക് തന്നേന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലും പറയാതെ അവൻ സൈലന്റ് ആയി നിൽക്കുകയായിരുന്നു. അവൾ അവിടെ ദേഷ്യം വന്ന് ആ ഫ്ലവർ ബൊക്കെ എടുത്ത് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് നീ തന്നെ വെച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് അവൻ പറയുന്നുണ്ട്. ഇതിനപ്പുറം എവിടെ പോയാലും നിന്നെ ഞാൻ ഫോളോ ചെയ്യുമെന്നും അവൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്താ നീ പറഞ്ഞെന്ന് അവൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നുണ്ട്. കോളേജ് ടൈം മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ സാമ്പത്തികമായി ഞാൻ അത്ര മുന്നോട്ടൊന്നും അല്ലായിരുന്നല്ലോ. നിന്നെ നന്നായി നോക്കാൻ സാധിക്കില്ലെങ്കിൽ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രപ്പോസ് ചെയ്യണമെങ്കിൽ റിംഗ് വേണ്ടേ? അതിനുള്ള പണം പോലും തന്റെ പക്കലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിന്നിട്ട് നിന്റെ കൈകൾ ചേർത്ത് പിടിക്കാമെന്ന് വിചാരിച്ചു എന്ന് അവൻ പറയുന്ന കേട്ടപ്പോൾ ആ പെൺകുട്ടി അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ എന്നെ ഫോളോ ചെയ്യൊന്നും വേണ്ട, ഞാൻ തന്നെ നിന്നെ ഫോളോ ചെയ്ത് കല്യാണം കഴിച്ചോളാം എന്നും അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇല്ലില്ല, ഇത്രയും നാളെ നീ അല്ലേ എന്റെ പിന്നാലെ നടന്ന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ആൺകുട്ടികളല്ലേ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്നത്. ആ ഫീലിങ്സ് ഒക്കെ നിനക്കും അറിയണ്ടേ? അതൊക്കെ നീയും അറിയണമെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. തന്റെ ഫീലിങ്സ് മുഴുവനായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മതി നമ്മുടെ വിവാഹം എന്നും അവൻ പറയുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ അവൾക്ക് ഇരട്ടി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെ കസിനാവട്ടെ ആ പെൺകുട്ടിയെ അവന്റെ ഫാമിലിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവന്റെ പേരൻസിനെ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവരുടെ എൻഗേജ്മെന്റ് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഹീറോയിനും വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം അവരുടെ റിലേഷൻഷിപ്പിൽ ഇത്രയധികം പുരോഗതി ഉണ്ടാവുമെന്ന് അവർ ഇരുവരും ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നീട് അവളുടെ ഫ്രണ്ട് ആവട്ടെ അവളുടെ സഹോദരനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഹീറോയിന്റെ ഫ്രണ്ട് ആവട്ടെ എന്തുകൊണ്ടാണ് അവന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരാത്തേന്നും സഹോദരനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയുമായി ബ്രേക്കപ്പ് ആയി എന്നും അവളുടെ സഹോദരൻ അറിയിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ഒരു പെൺകുട്ടി കയറി വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരും അതുപോലെ ഹീറോ മുൻപ് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയുടെ പേരും ഒന്ന് തന്നെയായിരുന്നു. എന്തിനാണ് എന്നെ ബ്രേക്കപ്പ് ചെയ്തത്, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തന്നെ ആ പെൺകുട്ടി ആ യുവാവുമായി വഴക്കിടുന്നുണ്ട്. നീ ആദ്യം വായടച്ചിട്ട് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ ആ യുവാവ് ആ പെൺകുട്ടി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതേസമയം ഹീറോയുടെ മുഖം ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് കേട്ടപ്പോൾ ഭാവവ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന്. എന്നാൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും അവൻ്റെ മുഖത്തില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ അത് അവൻ്റെ എക്സ് ഒന്നും അല്ല, ആ പേരിലുള്ള മറ്റേതോ ഒരു പെൺകുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവളുടെ മനസ്സും ശാന്തമാവുന്നുണ്ട്. തുടർന്ന് ആ പാർട്ടി അവസാനിക്കുന്നുണ്ട്. കസിൻ ആവട്ടെ ഹീറോയുടെ അടുത്ത് ഗൂച്ചിങ്ങിന്റെ സഹോദരൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെന്ന് പറഞ്ഞ് ഒരുത്തി ഇവിടെ വന്നിരുന്നല്ലോ, അവളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടെന്ന് ഹീറോ മറുപടി നൽകുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ആ പെൺകുട്ടി തന്നെയായിരുന്നു ഹീറോയുടെ എക്സും. ഞാനിപ്പോൾ അവളെ കണ്ടാലെന്താ കണ്ടില്ലെങ്കിൽ എന്താ, എനിക്ക് ഓൾറെഡി മറ്റൊരു മാരേജ് ലൈഫ് സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. അവളിപ്പോൾ എൻ്റെ മനസ്സിലേ ഇല്ല എന്ന് പറഞ്ഞ് ഹീറോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹീറോയും ആ പെൺകുട്ടിയും സ്നേഹിച്ചിരുന്നു, ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹവും.
കുറച്ചു നാള് ലിവിൻ ടുഗദറിൽ ഏർപ്പെട്ടതിന് ശേഷം വിവാഹമെന്നായിരുന്നു അവരുടെ തീരുമാനം. ഹീറോ ആവട്ടെ അമ്മയോട് പറയുന്നുണ്ട്, എന്നാൽ അമ്മയാവട്ടെ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാനല്ല നിന്നെ ഇത്രയും കാലം വളർത്തിയതെന്നും ഇങ്ങനെ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇനി വീട്ടിലേക്ക് മടങ്ങി വരരുതെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോ വീട്ടുകാരെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി. തുടർന്ന് ഈ സിഗരറ്റ് കടയിൽ പോലും ഹീറോ വർക്ക് ചെയ്തിരുന്നു. അതേസമയം തന്നെ ആ പെൺകുട്ടിയാവട്ടെ രണ്ടാണുങ്ങളോടൊപ്പം ഒരു ക്ലബിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ആ യുവാക്കളോട് അവളവിടെ പബ്ബിലും ക്ലബിലും ഒക്കെ നൈറ്റൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആൺകുട്ടികളുമായി അവൾ സംസാരിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ മാത്രമാണ് കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് മനസ്സിലായത്. ഹീറോയുടെ മുന്നിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി ആ പയ്യനെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ കണ്ടപ്പോൾ ഹീറോയ്ക്ക് വളരെ ഹത്താവുന്നുണ്ട്. എന്തിനാ നീ എനിക്ക് ചെയ്തതെന്ന് അവളോട് ഹീറോ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നീ എനിക്ക് സമ്പാദിച്ചുകൊണ്ട് വരുന്ന പണമൊന്നും എനിക്ക് ഒന്നിനും തികയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതമാണ് തനിക്ക് വേണ്ടുന്നത്. അല്ലാതെ നീ സമ്പാദിച്ചുകൊണ്ട് വരുന്ന പണത്തിന് അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം തനിക്ക് നയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് മറുത്തൊരു അക്ഷരം പോലും പറയാതെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവളെ അവിടെ ഉപേക്ഷിച്ച് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവളെ കാണുന്നത് ആ പാർട്ടിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടി അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വഴിയിലൊരു പെൺകുട്ടി കിടക്കുന്നതായി കാണുന്നുണ്ട്. ഹീറോയിൻ അടുത്ത് പോയി നോക്കുമ്പോഴാണ് പാർട്ടിയിലേക്ക് വന്ന ആ പെൺകുട്ടി തന്നെയാണ് അതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ തനിച്ച് അർദ്ധരാത്രിയിൽ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഹീറോയിന് മനസ്സ് വന്നില്ല. ഹീറോയ്ക്ക് അവളെ കൂടെ കൂട്ടാൻ താല്പര്യവുമില്ലായിരുന്നു. എന്നിരുന്നാലും ഹീറോയിന്റെ നിർബന്ധപ്രകാരം തന്നെ അവളുടെ ബാഗിലുണ്ടായിരുന്ന ഹോട്ടൽ റൂമിന്റെ കാർഡ് ഉപയോഗിച്ച് അവൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് അവളെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോഴായിരുന്നു ഹീറോയിൻ അവന്റെ അടുത്ത് ചോദിച്ചത്, അത് നിന്റെ എക്സ് തന്നെയല്ലേ എന്ന്. അതെങ്ങനെ നിനക്കറിയാമെന്ന് അവ അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഇപ്പോൾ പാസ്റ്റാണ്. അവളിപ്പോൾ എൻ്റെ മനസ്സിലേ ഇല്ല. പാസ്റ്റിൽ അതൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ നമ്മൾ ഇരുവരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ആ റിലേഷൻഷിപ്പിൽ താൻ കറക്റ്റ് ആണെന്ന് തന്നെ അവൻ പറയുന്നു. അതിന് ഹീറോയിനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എക്സ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സഹായിച്ചത്. അതുമാത്രമല്ല ഒരു പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ തനിച്ചു വിട്ടിട്ട് വരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഹെൽപ്പ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. തൻ്റെ വൈഫ് തന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ തന്നെ ഇരുവരും പരസ്പരം സന്തോഷത്തോടെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ലവ് എന്ന് പറയുന്ന ജീവിതത്തിലെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡ്രാമ ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാരെന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ലിഷന്ത്, അൻഷ, റന, ഷഫ, അസ്ഫിറ, ഷേതു, ആര്യ, ഇസ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.